നേതൃത്വത്തിന് അന്ത്യശാസനത്തിന് ശേഷവും പാലക്കാട് ബി.ജെ.പിയിലെ പൊട്ടിത്തെറികൾ കൈവില്ല. പോര് തുടരുന്നവരുടെ ബി.ജെ.പിയുടെ നഗരസഭാ കൗൺസിലർമാരെ സ്വാഗതം ചെയ്ത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്തെത്തി. ബി.ജെ.പി നേതൃത്വത്തെ വിമർശിച്ച് കോഴിക്കോട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ രഘുനാഥിന്റെ ബൂത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. ഈ പരാജയം നമുക്ക് പ്രശ്നമല്ല. രഘുനാഥല്ല തീരുമാനിക്കേണ്ടത്. കൗൺസിലർമാർ രഘുനാഥ് ഇവിടെ ആരറിയും? നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിനും വഴങ്ങാനൊരുക്കമല്ല ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. കൊച്ചിയിൽ നടക്കുന്ന ബി.ജെ.പി യോഗത്തിലും എൻ ശിവരാജൻ പങ്കെടുത്തിട്ടില്ല. തനിക്കെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ നടത്തിയത് വൈകാരിക പ്രതികരണമെന്ന് സി കൃഷ്ണകുമാറും പ്രതികരിച്ചു. ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല. ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയാണ് 18 കൗൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവർ കാലത്ത് അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ്. നേതൃത്വത്തിന്റെ വിമർശനങ്ങളിൽ ബി.ജെ.പി നഗരസഭാ കൗൺസിലർമാർക്കിടയിൽ അതൃപ്തി തുടരുകയാണ്. നഗരസഭാ അംഗങ്ങളെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുക്കമെന്ന് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ. അപ്പം ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഈ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ബി.ജെ.പി എന്ന് മാത്രമല്ല അവരുടെ നയം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ആശയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. അവർ തീരുമാനിക്കണോ നാളെ ഞങ്ങൾക്ക് ബി.ജെ.പിയെ തുടരാൻ പറ്റില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നത് സ്വീകരിക്കും. ഇതിനിടെ കോഴിക്കോട് നഗരത്തിൽ ബി.ജെ.പി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് സേവ് ബി.ജെ.പിയുടെ പേരിൽ പോസ്റ്റർ. 24 പാലക്കാട്.